ഹായ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രൊജക്റ്റാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഗിറ്റ് ഹബ് URL ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ github.com/mentis teaching എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതാണ് പ്രൊഫൈലാണ് /JS calc എന്ന് പറഞ്ഞൊരു JS_CILC എഴുതിയിട്ടുണ്ട്. സോ ഈ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പിങ് ചെയ്ത് തരുന്നാൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്ത് തരാം ഈ ലിങ്ക്. ഓക്കെ, എന്നിട്ട് ഇത് ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുമില്ല, ഒരു അസറ്റ്സും index.html ആകെ എത്ര ഉള്ളൂ ഈ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഐദർ നിങ്ങൾക്ക് ഇത് സൈൻ ഇൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഗിറ്റ് യൂസ് ചെയ്യാൻ അറിയാം, ക്ലോൺ ചെയ്തെടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഗിറ്റ് അറിയാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സിപ്പ് ചെയ്താൽ മതി, ഡൗൺലോഡ് സിപ്പ് ചെയ്യുക, എന്നിട്ട് അത് എക്സ്ട്രാക്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഗിറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, ക്ലോൺ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡൗൺലോഡ് സിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫയൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫയൽസ് ലോക്കൽ സിസ്റ്റത്തിൽ കിട്ടും. ഓക്കെ, സോ ഞാനത് കോഡ് എഡിറ്ററിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. ന്യൂ വിൻഡോ. ഓക്കെ, ഞാൻ നമ്മുടെ മുമ്പത്തെ പറഞ്ഞു VS കോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കോഡ് എഡിറ്ററായിട്ട്. കോപ്പി ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ പാത്ത് ഞാൻ എടുത്തത്. എന്നിട്ട് ഇവിടെ ഫയലിൽ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓപ്പൺ ഫോൾഡറിൽ അത് ചോദിക്കും. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ കോപ്പി ചെയ്ത പാത്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ് നമ്മുടെ ഫയലിൻ്റെ, എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഈ എന്നിട്ട് സെൽഫ് ഫോൾഡർ കൊടുത്തു. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സംഭവമാണ് ഇവിടെ വന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു അസറ്റ്സ് ഉണ്ട്, ഒരു index.html ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഞാൻ index.html ചുമ്മാ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, സോ index.html ആണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫോൺസ് ഫെച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ സ്റ്റൈൽ ഷീറ്റിൽ കുറച്ച് ഫോൺസ്, CSS ഫാമിലി ഫോൺസ് കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഫെച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ നമ്മുടെ CSSലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ ഫോൺസിനെ നമ്മൾ എടുത്തിട്ട്. ഓക്കെ, സോ പിന്നെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് അസറ്റ്സ് ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ്സ് കാണാം. ഇത് സ്റ്റാർട്ടിങ് ആണ്. വെണ്ടർ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാർട്ടിങ് ആണ് ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ. പക്ഷേ സ്ക്രിപ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ലൈക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ലേറ്റർ ഓൺ. ഇത് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞത്. സോ നമ്മൾ ഇതിലാണ് നമ്മൾ എന്താണ് കോഡിംഗ് ഒക്കെ എഴുതാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കുറച്ച് ഡാറ്റ കാണണം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ലോജിക്ക് എഴുതേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിപ്പോൾ ബ്രൗസറിൽ ഈ ഓപ്പൺ HTML ഉണ്ടാവും. ഈ HTML ബ്രൗസറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു കാൽക്കുലേറ്റർ ആപ്പാണ് ബേസിക്കലി ഇത് നോക്കുന്നത്. ബേസിക് കാൽക്കുലേറ്റർ ആപ്പാണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ കാൽക്കുലേറ്റർ ആപ്പ്. ഓക്കെ, സോ റൈറ്റ് നൗ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്പറൊക്കെ എൻ്റർ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം അതിൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഒന്നും നടക്കില്ല ഇപ്പോൾ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ലോജിക്ക് ഒന്നും എഴുതിയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ലോജിക്ക് എഴുതുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ഓപ്പറേറ്റേഴ്സൊക്കെ വെച്ചിട്ട് ഈ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ടൈമിലാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ കുറച്ച് ഒരു HTML-ഉം CSS-ഉം പേരിന് കുറച്ച് CSS നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. സോ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ആവശ്യമുണ്ട് ഈ നമ്പേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. നമുക്ക് ലോജിക്ക് എഴുതിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ലോജിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈനാമിക് ഫീച്ചേഴ്സും ഡൈനാമിക് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഞാൻ മുമ്പ് പറഞ്ഞു ഞാൻ ചെറിയ വീഡിയോസ് ആയിരിക്കും ഇടുന്നുണ്ടാവുക ഡെയിലി. സോ നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ചെറിയ വീഡിയോ ആകുമ്പോൾ. സോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ വീഡിയോ ഇടുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ എല്ലാം താങ്ക്സ് ലോട്ട്, ബൈ.